ആ ചിരിയിലോട്ടൊന്ന് നോക്കി, ആ ഹോർഡിങ്ങിന്റെ മുകളിലേക്കുള്ള ചിരിയിലോട്ടൊന്ന് നോക്കി. എല്ലാവരും ഒന്ന് നോക്ക്, കണ്ണടക്കി, ഒന്ന് കണ്ണടക്കി, അതിലേക്ക് പടത്തിലേക്ക് ഒന്ന് നോക്കിയിട്ടൊന്ന് കണ്ണടക്കി. ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ചില ഗുണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് കണ്ണടക്കി. നമ്മുടെ ക്ഷേമനിധിയുടെ ആവശ്യങ്ങളായിട്ട് നമ്മുടെ ആളുകൾ ചെല്ലുകയാണ്. അപ്പൊ പിണറായി വിജയൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പാടുകയാണ്, നയാ പൈസയില്ല കയ്യില്, നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യില്, നയാ പൈസയില്ല. ആ നോക്കിയ നമ്മളുടെ ഉള്ളിലേക്ക് ആ രംഗം ഇത്രയേറെ അവഹേളനത്തിനാണ് ആ ഇരിക്കുന്നത്. കേരളത്തിന്റെ പൊതു റോഡുകളിൽ വന്ന് ഭാരതിലാണെന്നില്ല അവിടെ നിന്ന് വന്നത്, അതിനകത്തും കണ്ട് പടം ഞെട്ടിപ്പോയി പെട്ടെന്ന്. അപ്പൊ എത്ര കോടി, നമ്മുടെ കണക്ക് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, 9 കോടിയൊന്നും അല്ല ഇത്. ഞാനൊരു അഡ്വർടൈസ്മെന്റ് കമ്പനി നടത്തുന്ന ഒരാളാണ്. അപ്പോ അങ്ങനെ അത്ര അധികരിച്ച പരസ്യം ഇവിടെ ചെലവാക്കണമെങ്കിൽ 9 കോടി രൂപയുടെ കണക്ക് ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അവിടെ നിൽക്കാൻ സാധ്യതയില്ല. കേരളത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും പരസ്യങ്ങൾ മാത്രം. ഇനിയിപ്പം കേരളത്തിലെ ആളുകള് ഒരു സാമൂഹിക വിപത്തായിട്ട് ഇപ്പം പാടുന്ന ഒരു പാട്ട്, നമ്മളൊക്കെ ഒരു ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു നിൽക്കുന്ന സമയത്ത് ഒരു പാട്ട് നമ്മൾ ഉള്ളിൽ പാടുന്നുണ്ട്. എന്നറിയോ? ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം യോഗ്യമോ, ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം യോഗ്യമോ. എന്തുകൊണ്ടാണ് അങ്ങനെ പാടുന്നറിയോ? ഇവിടെ വിദ്യാഭ്യാസത്തിന്, ഇവിടെ ജീവിക്കാന്, സ്ത്രീ സുരക്ഷ, വിദ്യാഭ്യാസ സുരക്ഷ, തൊഴിൽ സുരക്ഷ, ഒന്ന് റോഡ് കൂടി ഇറങ്ങി നടക്കാനുള്ള സുരക്ഷ ഇവിടെ ഉണ്ടോ? അതില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആളുകൾ പാടേണ്ടി വരുന്നത്. ഭാവിയെ കരുതി ജനനം പോലും നിയന്ത്രിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പല രീതിയിൽ ആളുകള് സ്വയരക്ഷ തേടി കേരളത്തെ ഉപേക്ഷിച്ചുകൊണ്ട് യുവാക്കൾ രാജ്യം വിടുന്നു. ഈ രാജ്യം വിടുന്ന യുവാക്കളെ നോക്കി പിണറായി വിജയൻ പറയുന്നുണ്ട്, ലണ്ടനിൽ അദ്ദേഹം അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ ലണ്ടനിൽ ഒരു ഹോട്ടലിൽ കയറി അദ്ദേഹം റൂം എടുത്തു. സകുടുംബം ഏകദേശം 18 ലക്ഷം രൂപയാണ് ഒറ്റ ദിവസത്തെ വാടക. ആ വാടക കൊടുത്തിട്ടുണ്ട്. ആ റൂമിൽ താമസിക്കുന്ന അദ്ദേഹം പിറ്റേ ദിവസം ആളുകളെ കണ്ട് പറഞ്ഞു, എത്ര മനോഹരമായിരിക്കുന്നു. അപ്പൊ ഞാൻ ആ വാർത്താ സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിന്റെ പുറകെ വേറെന്തെങ്കിലും ആയിരിക്കും പറയാമെന്ന്. അപ്പൊ പറയാ, ഇവിടെ നമ്മുടെ മലയാളികളുടെ കുട്ടികൾ ഇവിടെ എല്ലാ ജോലിയും ചെയ്യും. ജോലിയുടെ മഹത്വം കുറിച്ചുകൊണ്ട് പറയുകയല്ല, ഇത് കേരളം ഉപേക്ഷിച്ചു പോയ യുവാക്കളെ നോക്കിയുള്ള അവഹേളനമാണ്. അവിടെ ആ ഹോട്ടൽ മാനേജ്മെന്റിന്റെ എല്ലാ മേഖലകളിലും മലയാളികളായിട്ടുള്ള യുവാക്കൾ ജോലി ചെയ്യുമ്പം അത് നോക്കി അഭിമാനം കൊള്ളുന്നു. ഒരു ഭരണാധികാരിക്ക് പറയാൻ പറ്റിയ വാക്കാണത്. എനിക്ക് അഭിമാനം കൊള്ളുന്നു. യുവാക്കളെ ഇവിടെ നാട്ടിൽ പായിച്ചിട്ട് കടക്കത്തി കയ്യിൽ കൊടുത്ത് ജയിലിലേക്ക് വിടുന്ന ആളുകൾക്ക് 62 രൂപയിൽ നിന്നും 630 മാറ്റാൻ ഒരു എളുപ്പമില്ലാത്ത സർക്കാർ കൊലക്കത്തിയും കൊലക്കയറും കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിലെ ആളുകളെ തല്ലിക്കൊന്നുകൊണ്ട് ഏറ്റവും നീചമായ ക്രിമിനൽ സമ്മർദ്ദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് വെറും 62 രൂപ ഉണ്ടായിരുന്ന ദിനവേതനം 630 രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ ഇതുപോലൊരു സർക്കാരിനല്ലാണ്ട് എങ്ങനെ പറ്റാണ്ടിരിക്കും? വാടിക്കൽ രാമകൃഷ്ണന്റെ കഴുത്തിന് നേരെ ഉയർന്ന മഴവിന്റെ പിടിയിൽ പിടിച്ചിരുന്ന ആളാണ് ഈ രാജ്യം, ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇത്തരത്തിലുള്ള ആളുകൾക്ക് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ജയിലിനകം മുഴുവനും CPM ക്രിമിനലുകളാണ്. ജയിലിനകം മുഴുവനും CPMന്റെ ക്രിമിനലുകളാണ്. ഇത് 100 തലമുറയും. കാരണം അവരുടെ സംരക്ഷണം ഇവരുടെ അത്യാവശ്യപരമായ കാര്യങ്ങളാണ്. പ്രതിഷേധിക്കുന്നവരെ ഇല്ലാണ്ടാക്കാൻ TP ചന്ദ്രശേഖരനെ 51 വെട്ടി അദ്ദേഹത്തെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റിയപ്പോ അവർ നേടിയെടുത്ത ആ ഒരു സിംഹാസനം, രക്തക്കറപുറന്റെ സിംഹാസനം 2026 മെയ് മാസം കിട്ടുന്ന അവസരത്തിൽ ആ സിംഹാസനത്തിൽ നമ്മൾ കയറി ഒരു ഇരിപ്പുണ്ട്. അതിന് ബിൽഡിംഗ് ആൻഡ് റോഡ് കോർപ്പറേഷന്റെ ക്ഷേമനിധിയിലും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെയും കുടുംബാംഗങ്ങളുടെയും എന്നെ കേൾക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ആവശ്യമുണ്ട്. നിങ്ങളത് ചെയ്യുമെന്നറിയാം. പ്രിയമുള്ളവരെ, ഇതുപോലൊരു സാഹചര്യം, സമാനതകളില്ലാത്ത കേരള ഭരണം കേരളം ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെ നോക്കിയാലും പിണറായി വിജയന്റെ നേരെയുള്ള SSC കേസ് ഒന്ന് മാത്രം എടുത്ത് പരിശോധിക്കാം. 46 തവണ ഇന്ത്യയുടെ നിയമ ചരിത്രത്തിൽ CBI പോലുള്ള അന്വേഷണ ഏജൻസി ഏതെങ്കിലും ഒരു കേസ് ഇതുപോലെ നീട്ടിവെച്ചതായിട്ട് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ?
എന്തുകൊണ്ടിങ്ങനെ നീട്ടിവെക്കപ്പെടുന്നു പിണറായി വിജയന്റെ കേസ് മാത്രം? ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടക്കുകയാണ്. അതിന്റെ വെളിച്ചത്തിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന പിണറായി വിജയൻ ഒരിക്കൽ പോലും നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് ഒരാക്ഷേപത്തിനും നിൽക്കാറില്ല, ഒരു പരിഹാരത്തിനും നിൽക്കാറില്ല, പ്രതിഷേധത്തിനും നിൽക്കാറില്ല.